ഇവിടെ നമ്മളിന്ന് കണ്ടത് കന്യാസ്ത്രീകൾ നേരിട്ട് രണ്ട് സിസ്റ്റേഴ്സും അവരോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിൽ മറ്റൊരു സിസ്റ്ററും ഇന്നിവിടെ വന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടു. അതോടൊപ്പം തന്നെ സിസ്റ്റർ പ്രീതിയുടെ ബ്രദർ ശ്രീ ബൈജുവും ഉണ്ടായിരുന്നു. ഒപ്പം അവർ കുറച്ച് ദിവസങ്ങളായിട്ട് രാജീവ്ജിയെ നേരിട്ട് വന്നൊന്ന് കാണണം എന്നവർക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ സഹോദരൻ തന്നെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, രാജീവ്ജിയുടെ ഇടപെടൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ, അതിനൊരു വ്യക്തിപരമായി വന്നൊരു നന്ദി പറയണം എന്ന് കുറച്ച് ദിവസമായിട്ട് അവരുടെ ആഗ്രഹമുണ്ടായിരുന്നു. ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റർമാർ ഇവിടെ വന്നത് എന്ന് ശ്രീ ബൈജു തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ആ നന്ദി പറഞ്ഞു രാജീവ്ജിയോടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ലഭിക്കാൻ പോകുന്ന സഹായങ്ങൾ അതുകൂടി ചർച്ച ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്. അത് ഈ കേസ് അതിന് മുമ്പോട്ടുള്ള ഓരോ നാൾ വഴിയിലും ഞങ്ങളൊപ്പം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും എന്ന് അവർ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയുമായിട്ടാണ് അവർ മടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും എല്ലാം നല്ലതായിട്ട് ഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കന്യാസ്ത്രീകളെ ഈ വിധത്തിൽ സഹായിക്കുന്നതിന് കേരളത്തിലെ ഹിന്ദു പാർട്ടി സംവിധാനങ്ങളിൽ നിന്നും ഹിന്ദു ഐക്യവേദിയിൽ നിന്നൊക്കെ എതിർപ്പുണ്ടോ BJPക്ക്? ഈ കാര്യത്തിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഏതൊരു മലയാളിയും അത് ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങുന്നത്. അത് ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിക്കും. ഇത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ പറയുന്നത് പോലെ മറ്റെല്ലാ സംഘടനകളും ഇത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബോധ്യം അവർക്കുണ്ട്. ഒരു മലയാളി എന്ന രീതിയിലാണ് സഹായിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ മുദ്രാവാക്യം കൂടെയുണ്ട് ഞങ്ങൾ എന്നാണ്. അത് എല്ലാവർക്കും ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഞങ്ങളൊരു ഉറപ്പ് നൽകി ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന്. ബെയിലിന്റെ കാര്യത്തിൽ നിങ്ങളത് കണ്ടതാണ്. അതുപോലെ തന്നെയുള്ളൊരു പിന്തുണയും ഒപ്പം ഉണ്ടാവലും അവസാനം വരെയും ഈ കേസിൽ ഞങ്ങളുടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒഡീഷയിൽ പ്രശ്നമുണ്ടായി, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പ്രശ്നമുണ്ടായി, രാജസ്ഥാനിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒരിടത്ത് പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ അപ്പുറത്തപ്പുറത്ത് വീണ്ടും ക്രൈസ്തവ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും എതിരായ അതിക്രമങ്ങൾ ബജ്രംഗ് ദളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പ്രശ്നമില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിൽ പലർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന നാളുകളിൽ എന്തായാലും, കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 8 മാസമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിനും ലോക്കൽ ബോഡിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്തരീക്ഷം കലുഷിതമായി നിർത്തുക എന്ന് പറയുന്നത് ചിലരുടെ അജണ്ടയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ആളുകൾ വരും. പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജെനുവിനാണ് വിഷയം എന്ന് മനസ്സിലാക്കുന്ന കേസുകളെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല, വിഷയങ്ങളിൽ ഇടപെടാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നതാവും. അതിനകത്ത് യാതൊരു സംശയവുമില്ല.